റോഷിപാൽ ചേരുകയാണ് ഇലക്ഷൻ എക്സ്പ്രസിനൊപ്പം. റോഷിപാൽ, ഈ തർക്കങ്ങളും സീറ്റ് വിഭജനവും പങ്കുവെപ്പും വീതം വെപ്പും അങ്ങനെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ ഡയറക്ട് ഫൈറ്റ് ആണ്. പ്രചാരണം എങ്ങനെ പോകുന്നു? മധു, സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ തീപ്പാറുന്ന പോരാട്ടത്തിന് കേരളം സാക്ഷ്യം വഹിക്കും. ഇത്തവണ പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ്. പ്രത്യേകിച്ച് നേമത്ത് മാത്രം ത്രികോണ മത്സരം ഒതുങ്ങുന്നില്ല. തിരുവനന്തപുരത്ത് തന്നെ വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും കാട്ടാക്കടയും ഒക്കെ ത്രികോണ മത്സരം തീപ്പാറും. NDAയും UDFും LDFും ഒക്കെ മത്സരം നടത്തുമ്പോൾ പ്രചാരണത്തിന് കേന്ദ്ര നേതാക്കൾ എത്തുകയാണ്. രാഹുൽ ഗാന്ധി മുതൽ പ്രധാനമന്ത്രി വരെയുള്ള നേതാക്കളെ UDFും NDAയും ഇറക്കുമ്പോൾ LDFിന്റെ പ്രചാരണം നയിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പാലക്കാട്ടും തീപ്പാറുന്ന മത്സരമാണ്. മഞ്ചേശ്വരത്തും സമാന മത്സരം നടക്കുന്നു. ആര് വിജയിക്കുമെന്ന് വ്യക്തമല്ലാത്ത രീതിയിൽ കുറച്ച് ദിവസം മാത്രമാണ് പ്രചാരണം. കാരണം ഏപ്രിൽ 9-ന് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. ഏറ്റവും ചുരുങ്ങിയ ദിവസം പ്രചാരണം നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഇനിയുള്ള ദിവസങ്ങൾ വേദിയാകും. കടുത്ത ചൂടാണെങ്കിൽ പോലും ചൂടിനെ അവഗണിച്ചുകൊണ്ട് നേതാക്കൾ ഒന്നാകെ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. മാധു.